ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര എനിക്കൊരു സർപ്രൈസായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അത് കാണുമ്പോൾ ഒരു സർപ്രൈസായിരിക്കും. കാണാത്തവർക്ക്, കണ്ടിട്ടുള്ളവരുടെ കാര്യം പറയണ്ട, പക്ഷെ എനിക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു. അപ്പം ഞാനും ചേട്ടനും ഞങ്ങളൊരു കസിനും കൂടെ ഉണ്ടായിരുന്നു, കൂടെ ഞങ്ങളുടെ ഭാവി. അപ്പം ഞങ്ങളിതാ പോവുകയാണ്. എവിടെ നിന്നൊന്നും രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അവൻ്റെ ഒരു ചിലവായിരുന്നു. അപ്പം ഞങ്ങൾ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ വണ്ടടിച്ചിരിക്കുകയാണ് ഇതെവിടെയാണ് പോകുന്നത്, എന്തായാലും വല്ല ഫുഡെല്ലാം കഴിക്കാൻ പോകുന്നതെന്നായിട്ട് വിചാരിച്ചത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്നു, രണ്ടുപേരും പറയുന്നുണ്ട്, പക്ഷെ എവിടെയാണെന്നൊന്നും പറയുന്നില്ല. രാത്രി റൈഡ് ഭയങ്കര രസമാണ്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് രാത്രി പോകാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എത്തി ഫ്രണ്ട്സ്. തക്കാരത്തിലാണ് നമ്മൾ വന്നത്. എൻ്റെ പൊന്നെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. കാണാൻ എന്ത് ആംബിയൻസ് ആണെന്ന് അറിയാമോ. പുറത്തുനിന്ന് അകത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെ നോക്കി ഫ്രണ്ട്സ്, അടിപൊളി. നമ്മൾ എന്താ പറയുക, ഫ്ലൈറ്റിൽ എനിക്കാണെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ എനിക്ക് ഒറിജിനൽ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പേടിയാണ്. പക്ഷേ ഇതാ ഈ ഒരു ഫ്ലൈറ്റിൽ ഞാൻ കയറുകയാണ്. ഞാനും എൻ്റെ കുട്ടിയും ഫസ്റ്റ് ടൈം ഒരു ഫ്ലൈറ്റിൽ കയറുകയാണ്. ചേട്ടൻ നേരത്തെ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റിൽ, അതും തക്കാരത്തിലെ ഫ്ലൈറ്റിലാണ് കയറുന്നത്. പൈലറ്റ് ഒക്കെ നിൽക്കുകയാണ്. അവൻ്റെ വീലായിരുന്നാലും ഒറിജിനൽ ഫ്ലൈറ്റ്, എന്നെ കണ്ട ഒറിജിനൽ ഫ്ലൈറ്റാണിതാ ഞങ്ങൾ കയറാൻ പോകുന്നത്. ഒരുപാട് പിള്ളേർക്കൊക്കെ എക്സൈറ്റ്മെൻറ്റാണ്, കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റാണ് കാണാനൊക്കെ. അപ്പം ഞാനും ചേട്ടനും ഇനുവും ഫ്ലൈറ്റിലതാ കയറുന്നുണ്ട്. എൻ്റെ പൊന്നോ, നല്ല രസമായിരുന്നു. നല്ല രസമെന്ന് വെച്ചാൽ എനിക്ക് ഒറിജിനൽ ഫ്ലൈറ്റിൽ കയറാൻ പേടിയായതുകൊണ്ട് ഈ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ഒരിക്കലും അതിൽ കയറില്ല എന്നുള്ള ഒരു ഇതിലിരുന്നു. പക്ഷേ ഇതിൽ കയറി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇരിക്കുകയാണ് കഴിച്ചുകൊണ്ട്. അപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. പിന്നെ വാവേനെ കിടത്താൻ വേണ്ടിയിട്ട് ക്രാഡിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ, മുകളിലോട്ട് ക്രാഡിൽ വെക്കാനായിട്ട് സ്പേസ് ഇല്ലേ. അപ്പം കുഞ്ഞിനെ കുറച്ച് നേരമൊക്കെ നമ്മൾ മടിയിലൊക്കെ വെച്ചിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാവയ്ക്കും ഇതൊരു ഫസ്റ്റ് ഇതായിരിക്കും. ഒക്കെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നല്ല തണുപ്പാണ്. താഴെ തണുപ്പ് കുറച്ച് കുറവാണ്, എന്നാലും ഇതിനകത്ത് നല്ല തണുപ്പുണ്ട്. കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം നമ്മൾ ഒരു ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ സൂപ്പാണ് വാങ്ങിച്ചത്. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തില്ല, വീഡിയോ എടുത്തില്ല, കാരണം പെട്ടെന്ന് ആയിപ്പോയി. അത് എടുത്ത് പിന്നീടാണ് കുറച്ച് കഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പോൾ എൻ്റെ മെനു കാർഡ് തന്നെ നമ്മളുടെ ഒരു പത്രം പോലെ ആധാരം അങ്ങനെയാണ് ഇരിക്കുന്നത്. അടിപൊളി കേട്ടോ, ഒരു നല്ല രസമായിരുന്നു. പിന്നെ ഇനുവിൻ്റെ അച്ഛനും കൂടി എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ച് ചിരിക്കുക കളിക്കുന്നു. അവളെല്ലായിടും നോക്കുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളും വണ്ടടിച്ചിരിക്കും, ഞാനും എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് സൂപ്പിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ അടുത്ത് കഴിക്കുന്ന മെയിൻ കോഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ചിക്കൻ ഗ്രേവിയും കാന്താരി ചിക്കനുമാണ് വാങ്ങിച്ചത്. പിന്നെ ബട്ടർ നാൻ വാങ്ങിച്ചു, പൊറോട്ട വാങ്ങിച്ചു, പിന്നെ ഒരു അടിപൊളി ലൈം ഒടിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ആദ്യം ഈ കാന്താരി ചിക്കൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഭയങ്കര എരിയായിരിക്കും, വേണ്ടാന്ന്. പക്ഷേ ഇത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ്. എനിക്ക് ചിക്കൻ കറിയേക്കാളും ആ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്, എൻ്റെ പേര് ഞാൻ മറന്നു. അതിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കാന്താരി ചിക്കനായിട്ട്. ഞാനായിരുന്നു മുഴുവൻ കഴിച്ചത്. അടിപൊളി ടേസ്റ്റായിരുന്നു. വാവേനെ ഞാൻ എൻ്റെ സൈഡിൽ കിടത്തി കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മളിത് പെട്ടെന്ന് കഴിച്ചിറങ്ങി. വാവ കുറച്ച് കോപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴതാ നൈറ്റ് ലുലുവിൻ്റെ കാഴ്ച. ലുലു കാണാൻ നല്ല രസമുണ്ടല്ലേ ഗൈസ്. എല്ലാവരും രാത്രി കണ്ടിട്ടുണ്ടാവും, പക്ഷേ വീണ്ടും വീണ്ടും കാണുമ്പോഴത്തേക്ക് നല്ല രസമാണ് അതൊഴി പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര തക്കാരത്തിലായിരുന്നു. പ്രതീക്ഷിക്കാത്ത യാത്രയായിരുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ സംസാരത്തിലൊക്കെ കുറച്ച് ഫോൾട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് അടുത്ത വീഡിയോയിലൂടെയൊക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടുവരും. തുടക്കമല്ലേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.